നമസ്കാരം. യൂട്യൂബ് ചാനൽ നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ആയി ഒരു ചാനലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ലൈവ് സ്ട്രീം ആഡ്സിന് എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത്, ആഡ്സ് പോകുന്നത്, നമുക്ക് എങ്ങനെയാണ് റവന്യൂ കിട്ടുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. അതൊരു ക്ലയൻറ്റിൻ്റെ ചോദ്യം നമുക്ക് കേൾക്കാം. അതിനിപ്പം $100 ആയാലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളല്ലേ? ഓക്കെ അത് മനസ്സിലായി. താങ്ക് യു കേട്ടോ. എനിക്കൊരു ഡൗട്ടും ഉണ്ട്. ഈ ലൈവ് പോകുമ്പോ എങ്ങനെയാണ് അതിന്റെ എമൗണ്ട് എങ്ങനെയാണ് നമുക്ക്? അതിന് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡെസ്ക്ടോപ്പ് വെർഷൻ, ലൈവ് സ്ട്രീമിന് നമ്മൾ പോകുന്ന ഡെസ്ക്ടോപ്പ് വെർഷനിൽ പോയിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു 3 ഐക്കൺ ഉണ്ട്. അതിൽ മിഡിൽ ഭാഗത്തുള്ള വൈഫൈയുടെ ഒക്കെ സിഗ്നൽ പോലെ ഇരിക്കുന്ന ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ട് സെറ്റിങ്സ് എന്നാണ് അതിന് പറയുക. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈവ് സ്ട്രീമിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ മോണിറ്റൈസേഷൻ സെറ്റിങ്സ് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ആഡ്സിൻ്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും, മിഡ് റോൾ ആഡ്സ് ആണോ, അതായത് നമുക്ക് ഒരു ലൈവ് സ്ട്രീം പോകുമ്പം ഒരു ഇനിഷ്യൽ ഒരു ആഡ്സ് വരും, അത് നമ്മൾ ഓണാക്കി കൊടുക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്ര ടൈം ഇൻ്റർവെല്ലിൽ ആഡ്സിനെ മിഡ് റോൾ ആഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ കാണിക്കാം. അപ്പോൾ അവിടെയുള്ള ഓപ്ഷൻസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് റീഡ് ചെയ്താൽ മതി. അവിടെയാണ് നമ്മൾ ആഡ്സ് സെറ്റിങ്സ് കൊടുക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ലൈവ് സ്ട്രീമിന് മോണിറ്റൈസേഷൻ ഓൺ ആക്കുകയും അതേപോലെ നമുക്ക് റവന്യൂ കിട്ടുകയും ചെയ്യുന്നത്. താങ്ക് യു. വെൽക്കം ടു മൈ സബ് ട്യൂബ്. മൈ സബ് ട്യൂബിൻ്റെ ഫേസ്ബുക്ക് പേജിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ 1200 ലൈക്സും 3300 ഫോളോവേഴ്സുമാണ് മൈ സബ് ട്യൂബിനുള്ളത്. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ